ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മസാലേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അല്ല, ഒരു തട്ടിക്കൂട്ട് മസാല റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ചിക്കന് നല്ലപോലെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ചിക്കൻ മസാല അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാല ആക്കരുത്. കുറച്ചേ ഇടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ അതുപോലെ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ നമ്മളെന്ത് ചെയ്യണം, മിക്സപ്പ് ആക്കണം. ഓക്കെ, മിക്സപ്പാക്കി നല്ലപോലെ മിക്സപ്പ് ആക്കിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകും. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കണം. ഒരു നാല് ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കട്ട് ചെയ്യുക. ഇതിന് പ്രത്യേകത അറിയുന്നത്, നമ്മളെ മസാലേൻ്റെ പ്രത്യേകത, നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുകയാണ് ഗൈസ്. ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മസാല ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ടോ നോക്കണം. ഇനി നമ്മൾ അപ്പുറത്തെ ഗ്യാസിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു 2 തക്കാളി, ചെറിയ തക്കാളി നല്ലപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ തക്കാളി ഇടാം. എന്നിട്ട് നല്ലപോലെ വഴന്ന് വരിക. നല്ലോണം ഉടയണ്ട കേട്ടോ, ജസ്റ്റ് ഒരു വഴന്ന് വരുന്ന പരിവാവണം. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഉള്ളി നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളി പൊരിച്ചതിൻ്റെ വെളിച്ചെണ്ണയില്ലേ, അത് നമുക്ക് അതിലേക്ക് ഒഴിക്കുക. അതുപോലെ ഉള്ളി, ചിക്കൻ, നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബിരിയാണി മസാല ചേർക്കുന്നില്ല. നമ്മളിതിൽ ചേർക്കുന്നത് ഗരം മസാല മാത്രമാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ മുളകും പൊടി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ലപോലെ മൂടി വെക്കണം നല്ലോണം. എന്നിട്ട് നമ്മൾ ഒരു എണ്ണ തെളിയുന്ന ടൈം ആകുമ്പോൾ, നല്ലോണം എണ്ണ തെളിയുന്ന ടൈം ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇടുക. ആ ടൈമിൽ നമ്മൾ പോരാളി നല്ല നെയ്ച്ചോറാക്കിയിട്ടുണ്ട്. അത് അടുപ്പിലാട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ല, എണ്ണ നല്ലോണം തെളിയുന്ന ടൈമിൽ നമുക്കിത് ഓഫാക്കുക. എന്നിട്ടിത് ദമ്മിടുക എന്ന് പറഞ്ഞാൽ സാധാ